ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചുയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആന്റണിനെയും നവീൻ ദാസിനെയാണ്. അങ്ങനെ നമ്മുടെ നവീൻ ദാസ് പറയാണ്, ഇനി മുതൽ എന്റെ പൊന്മുട്ട ഇടുന്ന താറാവാണ് ശ്രുതിയെ, അവളെ കൊണ്ട് ഞാൻ കുറെ ഉണ്ടാക്കും. പിന്നെ അവളെ കുറിച്ച് എല്ലാ രഹസ്യവും നീ പറഞ്ഞു തന്നതിന് താങ്ക്സ്. എന്നാ പിന്നെ ആന്റണി, നീ എന്റെ ഷെയർ ഇങ്ങതാ. അത് പിന്നെ ഷെയർ ഒന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല, എങ്കിലും ഇന്നാ ഇരിക്കട്ടെ, പിടിച്ചോ ഷെയർ. ഇനിയിപ്പൊ നീ ഇത്ര ഉപകാരം ചെയ്ത് തന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നവീൻ ദാസിന് അത് തികയുന്നൊന്നും ഇല്ല. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ആന്റണി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ, നീ കുറെ അടി കൊണ്ടില്ല എന്റെ കയ്യിൽ നിന്ന് ശ്രുതിയെ കുറിച്ചുള്ള രഹസ്യം പറയുന്നതിന് മുമ്പ്. ഏതായാലും എന്നാ പിന്നെ കുറച്ചും കൂടെ പൈസ വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ പൈസ കൊടുത്തപ്പോ നവീൻ ദാസിന് സന്തോഷമായി. അപ്പൊ നവീൻ ദാസ് പറഞ്ഞു, ഈ ഡീൽ ഏതായാലും കൊള്ളാം. കുറച്ചു നാളെ പുറത്ത് എവിടെയെങ്കിലും പോയി കറങ്ങിക്കോ, അതിനുശേഷം എന്നെ വന്ന് കാണ്, ഞാന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഏതായാലും ഞാൻ പറയാം. അത് പിന്നെ ക്യാഷും തന്ന് ടൂറിന് പറഞ്ഞ് അയക്കാണോ ആന്റണി ചേട്ടാ എന്നെ? ക്യാഷിന് വേണ്ടി അവളുടെ പുറകെ നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇനിയിപ്പൊ നീ ക്യാഷ് മേടിച്ചോ. നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം ആന്റണി, എനിക്ക് എന്റെ ഷെയർ മാത്രം തന്നാ മതി. എന്നാ പിന്നെ വിട്ടോ നവീൻ ദാസ്, വിട്ടോ. അവളുടെ കണ്ണിപ്പെടാതെ നീ നോക്കിക്കോണം. അതൊക്കെ ഞാൻ ഏറ്റെന്റെ പൊന്ന ആന്റണി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ ദാസ് പോവുകയാണ്. ഏതായാലും ഇനിയിപ്പൊ നമ്മുടെ ശ്രുതി പെടാൻ പോകുന്നത് ആന്റണിയുടെ മുമ്പിൽ തന്നെയാണ്. സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ആന്റണി വെറുതെ ഇരിക്കുവോ? നവീൻ ദാസിന്റെ അപ്പുറമാണ് ആന്റണി. എന്നാൽ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുധീനെയാണ്. ശ്രുതി എന്തൊക്കെയോ കണക്ക് കൂട്ടവും കാര്യങ്ങളൊക്കെയാണ് ചന്ദ്രോദയത്തിൽ ഇരുന്ന്. ശ്രുതിയാണെങ്കിൽ അതിലെ കൂടെ തേരാപ്പാരി ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ആലോചിച്ച്. വേറെ ഒന്നുമല്ല, ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് തന്നെ തിരിഞ്ഞു കൊത്തുകയാണല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യുക? ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമല്ലോ. പേടിയാവുന്നുണ്ട്. 2 ലക്ഷം രൂപ കാണുന്നില്ല. ആരോ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ആന്റിയും ഭാമ ആന്റിയും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുവോ? അങ്ങനെ കംപ്ലൈന്റ് കൊടുത്താൽ ഞാൻ പിടിക്കപ്പെടുവോ? അയ്യോ, പിടിക്കപ്പെട്ടാൽ അതോടെ തീർന്നു. കള്ളങ്ങള് എല്ലാം വെറുതെ ആയി പോകൂല്ലോ, ചീട്ടുകൊട്ടാരം തകരൂല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാട്ടോ വിചാരിക്കുന്നത്. ശ്രുതി അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ശ്രുതി എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളൊക്കെയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ടെൻഷനും പരവേശവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല എന്താ നിനക്കൊരു ടെൻഷൻ ശ്രുതി? ഒന്നുമില്ല. എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ഇല്ലെന്നേ, ഒരു ടെൻഷനും ഇല്ലെന്നേ. എന്നിട്ട് വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇരിക്കപ്പുറത്തില്ല. ഈ സമയത്ത് വീണ്ടും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എവിടെ നിന്ന് 2 ലക്ഷം രൂപ കിട്ടിയെന്ന് ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ പോകുന്നില്ല ആന്റി. എന്തായാലും കുറച്ചു നാളത്തേക്കുള്ള ഉറക്കം പോയി കിട്ടി, അത് തന്നെ. അല്ലാതെ എന്താ? അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. ശ്രുതി ഇങ്ങനെ ഫോൺ കോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിളിക്കുന്നത് വേറെ ആരുമല്ല, എന്റെ ഒരു ഡീലറാ. ആരാന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ശ്രുതി വല്ലാത്ത ടെൻഷനില്ല. എന്നിട്ട് ഫോൺ എടുത്തിട്ട്, ഓക്കെ സാറിന് തന്നെ അത് എന്തായാലും തരും. ഈ വീക്കിലെ പ്രൊഡക്ട്സ് എല്ലാം എത്തും. ഞാനപ്പോ സാറിനെ അങ്ങോട്ടേക്ക് വിളിക്കാം, പോരെ? മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. ആദ്യം പ്രോഡക്റ്റ് ഒന്ന് വന്നോട്ടെ. ശരി സാർ, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ശ്രുതിക്കാണ് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി പ്രശാന്ത് സാറാ വിളിച്ചത്. അദ്ദേഹത്തിന്റെ ജില്ലയില് സബ് ഡീലർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 10-20 തവണ എന്നെ വിളിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാതിരുന്ന ആളാന്നേ. ഇപ്പൊ ഈ ശ്രുതിയെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കെഞ്ചാണ്. ഈ ശ്രുതി ആരാന്നാ നിന്റെ വിചാരം? ഇതുപോലെ എത്രയെത്ര പേരാ ഇനി വിളിക്കാൻ കിടക്കുന്നത്. വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ശ്രുതി ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ശ്രുതി ആണെങ്കിൽ എന്തൊക്കെ ആലോചിച്ചോണ്ട് നിൽക്കുക. അപ്പൊ ശ്രുതി പറഞ്ഞു, നീ ഇത് ഏത് ലോകത്താ ശ്രുതി? ഞാൻ ഈ പറഞ്ഞതുപോലെ നീ കേട്ടോ? കേട്ടു പിണ്ണാക്ക് കേട്ടു. നിനക്ക് എന്താ ശ്രുതി പറ്റിയത്? ഷോറൂമിൽ നിന്നേ ഞാൻ ശ്രദ്ധിച്ചതാ. നിനക്ക് ഒരു കോഡ് വന്നതിൽ പിന്നെ നിന്റെ ഭാവവും എല്ലാം ആകെപ്പാടെ മാറിപ്പോയല്ലോ. എന്റെ ഭാവോ? അതൊക്കെ ശ്രുതിക്ക് വെറുതെ തോന്നുക. എനിക്കൊരു മാറ്റവും ഇല്ല. നിന്നോട് ഷോറൂമിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗിലേക്ക് പോയത്. എന്നിട്ട് നീ സ്റ്റാഫിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങി. എങ്ങോട്ട് മുങ്ങി? മുങ്ങാനോ? എങ്ങോട്ട് മുങ്ങാന്? ഞാൻ ക്ലയന്റ് വിളിച്ചിട്ട് പോയതാന്ന് ശ്രുതിയോട് പറഞ്ഞതല്ലേ.
എനിക്ക് ഷോറൂമിൽ മാത്രം നിന്നാ മതിയോ? എന്റെ ജോലിയും കൂടെ ചെയ്യണ്ടേ സുധി? ഓ, എന്നോട് പറഞ്ഞു ക്ലയന്റ് വിളിച്ചിട്ടാ പോയതെന്ന്. എന്നിട്ട് നീ അമ്മയോട് പറഞ്ഞത് എന്താ? ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാൻ പോയതാണെന്ന്. എന്താടി, എന്താ ഇതില് സത്യം? വീട്ടിൽ വന്ന് കേറി ഉടനെ മീരെ കാണാൻ പോയെന്നും പറയുന്നു. ഇതൊക്കെ ആകെ കൂടി കലകി മറിഞ്ഞ് കിടക്ക. അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു ശ്രുതി വല്ലാത്ത ടെൻഷനില്ല. ഇപ്പൊ എന്തി അത് മാറിയിട്ടില്ലല്ലോ? ഇപ്പോഴും ആ ടെൻഷൻ ഉണ്ട് നിന്റെ കൂടെ. എന്താ പറ്റിയത് ശ്രുതി? എന്താണെങ്കിലും തുറന്നു പറ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹരിക്കാം. അതെ, മിക്കവാറും എന്റെ പ്രശ്നം സുധീനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ദേ എന്റെ പൊന്നു സുധി, എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് കുറച്ച് സ്വസ്ഥത, സമാധാനം താ. സുധി ഇതൊക്കെ എടുത്തു വെച്ചിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാന് കാര്യം പറഞ്ഞതല്ലേ? പ്രശ്നം തീർക്കാൻ വന്നിരിക്കുന്നു ദേഷ്യപ്പെട്ട് ശ്രുതി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി, ഷടാ ഇവക്ക് ഇത് എന്ത് പറ്റി? ഇവളെന്തിനാ എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടുന്നത്? ഇതെന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് പുറത്തോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രനെ കാണിക്കുക. ചന്ദ്രയുടെ അടുത്താണെങ്കിൽ ഒരു സാരിക്കാരി വന്നിട്ട്, അതായത് ഭാമയുടെ വീട്ടിലാണ് കേട്ടോ, അവിടെ ഒരു സാരിക്കാരി വന്നു. സാരിക്കാരി വന്നിട്ട് ഇങ്ങനെ സാരിയൊക്കെ പരിചയപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് പറയാ, ഈ സാരിയുടെ കളർ കുറച്ച് ഡള്ള, എന്നാലും ഇത് ഇടുമ്പോഴത്തേക്കും മേഡത്തിന് എടുത്ത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു, മഴ വരാനുള്ള സാധ്യതയുണ്ട്, ഞാന് ടെറസിൽ പോയി ഉണങ്ങി തുണി എടുത്തിട്ട് വരട്ടെ. മഴയൊന്നും വരത്തൊന്നുമില്ല, നീ നല്ലത് നോക്കി ഒരെണ്ണം എടുത്തതാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണെ, ഭാമയുടെ വീട്ടിലേക്ക്. ഇവര് സാരി കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണെ. നമ്മുടെ സാരിക്കാര് പുകഴ്ത്തി വിടുക നമ്മുടെ ചന്ദ്രനെ. ഈ ഒരു സമയത്ത് രേവതിനെ കണ്ടതും ഭാമ ചോദിച്ചു, എന്താ വൈകിയത്? അത് പിന്നെ കുറച്ച് ഓർഡർ കൂടുതൽ ഉണ്ടായിരുന്നു, അതാ വൈകിയത്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, ഓഹോ ഇത് കുറെ ഉണ്ടല്ലോ, ഇത് എന്തിനാണ് ഇത്ര പൂജ? അത് പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു പൂജയുണ്ട്, അവിടെ കൊടുക്കാനാ. പിന്നെ ഈ പൂജ അല്ല, ഈ പൂജ എന്നല്ല, സോറി, ഈ പൂവ് അകത്ത് കൊണ്ട് വെക്കണോ അത് ഇവിടെ വെക്കണോ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എടി നിനക്ക് വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൂ മേടിച്ചാൽ പോലെ, എന്തിനാ ഇവളുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കുന്നത്? ഇവിടെ കൊണ്ടുവരുന്ന പൂ നല്ല ഫ്രഷാ, അതുകൊണ്ടാ, നല്ല അടിപൊളിയാ, നന്നായിട്ട് പൂ കോർക്കാനും അറിയാം. ഓ, എന്നാ പിന്നെ അവക്കൊരു അവാർഡ് മേടിച്ചു കൊടുക്കും നീ. അവാർഡ് മേടിച്ചു കൊടുക്കും. അല്ല എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ ഇവിടെ കുറ്റം പറയുന്നത്? നീ നിന്റെ മരുമകളല്ലേ അവള്? ഓ, മരുമകള് ഒന്ന് പോകുന്നുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ മാമ പറഞ്ഞു, ദേ മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാനേ പോയി തുണി എടുത്തോണ്ട് വരട്ടെ. അപ്പോഴത്തേക്കാണ് ചന്ദ്ര പറഞ്ഞത്, ഇവളിവിടെ വന്നതല്ലേ? അതെ രേവതി, ആ തുണി എടുത്ത് മുറി കൊണ്ടുവച്ചേ. അതെ, ഭാമയുടെ മുറി കൊണ്ടുവയ്ക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം, അവൾ ഇവിടെ വരെ വന്നല്ലേ, അവൾ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞോട്ട് രേവതിനെ കൊണ്ട് ആ തുണി എടുപ്പിക്കാനുണ്ട്. രേവതി തുണി എടുക്കാൻ വേണ്ടി നേരെ മേളിലേക്ക് പോവാണ്. തുണിയൊക്കെ എടുത്ത് നമ്മുടെ ഭാമയുടെ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ അത് മടക്കി നല്ല സെറ്റപ്പ് ആക്കി അലമാരക്കകത്ത് കയറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ സാരിക്കാരി ആണെങ്കിൽ നല്ല തീർത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രനെ പുകഴ്ത്തി പറയാണ്, അടിപൊളിയാണ്, ചന്ദ്ര മേഡത്തിന് നന്നായിട്ട് സാരി ചേരുന്നുണ്ട്, വേറെ ആർക്കും ഈ പരിസരത്തെ ആർക്കും ഇത്രയ്ക്ക് നന്നായിട്ട് ചേർച്ചയില്ല, അടിപൊളിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 സാരിയൊക്കെ എടുപ്പിക്കുകയാണ് ആ സാരിക്കാരി നമ്മുടെ ചന്ദ്രനെ കൊണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതി വന്നു. രേവതി വന്നിട്ട്, ഞാൻ ഇറങ്ങും ആന്റി എന്ന് പറയുമ്പോ, അത് പിന്നെ ഞാൻ ക്യാഷ് എടുത്തോണ്ട് വരട്ടെ? അയ്യോ ക്യാഷ് ഒന്നും വേണ്ട ആന്റി, ക്യാഷ് ഒന്നും വേണ്ടെന്ന് പറയരുത്, കാരണം നീ ചെയ്യുന്ന കച്ചവടത്തിന്റെ ഇത് നീ മേടിക്കണ്ടേ? അത് പിന്നെ ആന്റി വേണം, എന്നാ പിന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് രേവതി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. ഈ ഒരു സമയത്ത് കച്ചവടം വീണ്ടും തികൃതമായിട്ട് നടക്കുന്നു. നമ്മുടെ സാരിക്കാരിയാണെങ്കിൽ സാരിക്ക് 3500 പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കുന്നു, അത്രേ ഉള്ളോ? എന്നാ പിന്നെ ഭാമെ നിന്റെ കയ്യിൽ ക്യാഷ് ഇരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 3500 എടുത്തോണ്ട് വരാം, ആ 2 ലക്ഷത്തിൽ നിന്ന് 3500 എടുത്തോണ്ട് വരാനാ പറയുന്നത്. അപ്പോഴത്തേക്കും ഭാമ ക്യാഷ് എടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. നമ്മുടെ സാരിക്കാരിയാണെങ്കിൽ നന്നായിട്ട് പുകഴ്ത്തി വിടുന്നുണ്ട് ചന്ദ്രനെ. അതിനിടയ്ക്ക് ക്യാഷ് കൂട്ടി പറയാറുതെന്നും സാരിക്കാരി പറയുന്നുണ്ട്. കാരണം 3500 എന്ന് പറഞ്ഞപ്പോ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയില്ലേ. അപ്പൊ പിന്നെ സാരിക്കാരി ഓർക്കുന്നത്, ഇയാളുടെ കയ്യിൽ ഒത്തിരി പൈസ കാണും, നമ്മുടെ ചന്ദ്രന്റെ കയ്യിൽ ഒത്തിരി പൈസ കാണും, അപ്പൊ കുറച്ച് കൂട്ടി പറയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് സാരിക്കാരി അവിടെ നിൽക്കുന്നു. നമ്മുടെ ഭാമയാണെങ്കിൽ പൈസ തപ്പാൻ വേണ്ടി റൂമിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു. പൈസ തപ്പി 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 മടുത്തെന്നുള്ളതല്ലാതെ ക്യാഷ് അലമാരയ്ക്കാവത്തില്ല. അത്രയും നേരം ആയില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അതെ ഭാമയെ ക്യാഷ് എടുത്തിട്ട് വാ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ഭാമ പതറി നിൽക്കുക. എന്നിട്ട് ചന്ദ്രയോട് പറയാണ് വിളിച്ച്, എടി ചന്ദ്ര നീ വന്നേ, ഇപ്പൊ തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. അപ്പോഴത്തേക്കും ഭാമ ഇങ്ങനെ പരവശപ്പെട്ട വിളിക്കുന്നത്. ചന്ദ്ര ഓടി വന്നു. അങ്ങനെ ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, അത് പിന്നെ ക്യാഷ് കാണുന്നില്ല ചന്ദ്രൻ. ക്യാഷ് കാണുന്നില്ലെന്നോ? നീ എവിടെ വെച്ചത്? അത് പിന്നെ ഞാന് അവിടെയാ വെച്ചത്, പക്ഷേ കാണുന്നില്ല ചന്ദ്രൻ. ക്യാഷ് കാണുന്നില്ലെന്ന് പറഞ്ഞു എങ്ങനെയാണ് ശരിയാവുന്നത്? മാറുന്നു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര തലങ്ങനും വിലങ്ങനും ഒക്കെ കിടന്ന് നോക്കുകയാണ്. എന്നിട്ട് ക്യാഷ് കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടി നീ വേറെ എവിടെയെങ്കിലും ആണോ വെച്ചത്? നീ ഇവിടെ വെച്ചെന്ന് ഓർക്കുന്നതായിരിക്കും, ചിലപ്പോൾ മറന്നുപോയി കാണും.
ദൈവമേ, ഞാൻ ഇവിടെയാ വെച്ചത്, ഞാൻ ഇവിടെ വെച്ച പിന്നെ എടുത്തില്ല. അയ്യോ, എന്റെ ക്യാഷ് 2 ലക്ഷം രൂപയാ, ഇനി എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് സാരിക്കാരി അവിടെ നിന്ന് മേഡം മേഡം എന്ന് വിളിക്കുക ക്യാഷിന് വേണ്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അവർക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കും, നീ അവരെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സാരിക്കാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാണ് നമ്മുടെ ചന്ദ്ര അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അതെ, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് വെച്ചിരുന്ന ഭാമ എന്തോ ആവശ്യത്തിനെടുത്ത് അത് ചെലവാക്കി. ഈ സാരിയെ ഞാൻ പിന്നെ മേടിച്ചോളാം. അയ്യോ, അത് വേണ്ട മേഡം, മേഡം ഇതിവിടെ വെച്ചോളൂ, ക്യാഷ് ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം. അയ്യോ, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, ഞാൻ പിന്നീട് മേടിക്കാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാരിക്കാരിനെ അവിടുത്തെ പറഞ്ഞയക്കാണ് കേട്ടോ. അപ്പൊ സാരിക്കാരി പറഞ്ഞാൽ പിന്നെ വേറൊരു ദിവസം വരാന്ന് പറഞ്ഞിട്ട് സാരിക്കാരി അങ്ങ് പോവുക. ഏതായാലും ഈ സമയത്ത് ചന്ദ്രയുടെ ചങ്കിന് ജീവനുണ്ടോ? തീയല്ലേ എന്റെ പൊന്നു ഭാമേ, ഇനി എന്ത് ചെയ്യും? അല്ല, എനിക്ക് അറിയില്ല, എനിക്ക് പേടിയാവുക, എന്റെ 2 ലക്ഷം രൂപ. അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, നീ എന്താടി ക്യാഷ് എടുത്ത് ഞാൻ ചെലവാക്കി എന്നൊക്കെ പറഞ്ഞത്? അവരെന്ത് വിചാരിച്ചാണ്? അവരെന്ത് വിചാരിച്ച എനിക്കിപ്പോ എന്താ ഭാമേ? എനിക്ക് ഒരു കുഴപ്പമില്ല, ബാ നമുക്ക് ഒന്നുകൂടി നോക്കാം, എന്റെ പൊന്നു ഭാമയെ വാന്ന് പറഞ്ഞിട്ട് പരദേശമോ വെപ്രാളമോ ഒക്കെ പിടിച്ചിട്ട് നമ്മുടെ ചന്ദ്ര പോയി അലമാരന്ന് തുണിയെല്ലാം വലിച്ചു വാരി പിറക്കി മറിച്ചു കൂട്ടിയിട്ട് നോക്കുകയാണ്. എവിടെ ആട് കിടന്നെടുത്ത് കൂടെ പോലും ഇല്ല. നമ്മുടെ ചന്ദ്ര നോക്കി നോക്കി മടുത്തു, ഭാമ നോക്കി നോക്കി മടുത്തു. തുടങ്ങിയില്ലേ ചന്ദ്ര, നീ എന്റെ പൈസ കൊണ്ട് തൊലച്ചു കളഞ്ഞോടി ഭാമ, ഇതെന്താ പറ്റിയത്? എന്റെ പൈസ എവിടെ പോയടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, ഞാൻ എവിടെ കൊണ്ട് തൊലച്ചു കളയാൻ? നീ എന്താ എന്നെ പറയുന്നത്? ഞാൻ ഇവിടെ തന്നെ അവള് വെച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വേറെ ആരെങ്കിലും വന്നായിരുന്നോ? അല്ല, അത് നിനക്കല്ലേ അറിയത്തുള്ളൂ, ഇനി ആരെങ്കിലും വന്ന് പൈസ എടുത്തോണ്ട് പോയി കാണുമോ ഇവിടെന്ന്? അത് പിന്നെ ഇവിടെ ആര് വരാൻ എന്റെ പൊന്നു ചന്ദ്ര, ഇവിടെ അങ്ങനെ ആരും വരത്തില്ല. പിന്നെ എനിക്കറിയുന്നവരൊക്കെയല്ലേ ഇവിടെ വരാറുള്ളൂ, അങ്ങനെ പിന്നെ ആരും വന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, ഇവിടെ ഒരാൾ വന്നു, ഇവിടെ ഒരാൾ വന്നു, ഇവിടെ ഒരാൾ വന്നു, പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ തന്നെ ഇവിടെ വന്നു. അതെ, ആ രേവതി കുറച്ചു നേരം മുമ്പ് ഇവിടെ വന്നില്ലേ, ഈ റൂമിനകത്ത് കയറിയില്ലേ, അവള് തന്നെയാ, അവള് തന്നെയാ പൈസ എടുത്തതെന്ന് അങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, എന്ത് വർത്താനമാടി ചന്ദ്രൻ നീ പറയുന്നത്? അവള് പൈസ എടുത്തെന്നോ? പോന്ന്, അവൾ അങ്ങനെ പൈസയൊന്നും എടുക്കത്തില്ല. നിനക്കെങ്ങനെ അറിയാം അവള് പൈസ എടുക്കത്തില്ലെന്ന്? അവള് പൈസ എടുത്തു, അവള് തന്നെയാ പൈസ എടുത്തിരിക്കുന്നത്, വേറെ ആരുമല്ല. അവള് പൈസ എടുത്തു, പൈസ എടുത്തു, പൈസ എടുത്തു. അവള് വന്നതുകൊണ്ട് ആ പൈസ കാണാതെ പോയത്. രേവതിയുടെ കയ്യിലുണ്ട് പൈസ. പിന്നെ രേവതിയുടെ കയ്യിൽ പൈസ ഉണ്ട്. എടി, അവള് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാ ജീവിക്കുന്നത്. ഓ പിന്നെ ഭയങ്കര കഷ്ടപ്പെട്ട് അധ്വാനിച്ചാ ജീവിക്കുന്നത്, നിനക്കറിയാലോ. എന്റെ കയ്യിൽ നിന്ന് പട്ടാപ്പകല അവളുടെ അനിയൻ പൈസ മോഷ്ടിച്ചോണ്ട് പോയത്. ഇപ്പൊ അവള് തുടങ്ങി മോഷണം. ഇവര് കുടുംബത്തോടെ മോഷണക്കാര് തന്നെയാ, ഉറപ്പാ. എന്റെ പൈസ രേവതി തന്നെയാ കൊണ്ടുപോയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ ഭാമയുടെ സ്വർണ്ണമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അല്ല, ചന്ദ്ര പറഞ്ഞു, സ്വർണ്ണമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഉറപ്പാ. ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, കള്ളനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സ്വർണം കൊണ്ടുപോയേനെ. നമ്മൾ 2 പേരല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അവള് കിട്ടിയ അവസരം നോക്കി എടുത്തോണ്ട് പോയതാ. പിന്നെ ആ സാരി വിൽക്കാൻ നോക്കിയ സ്ത്രീ ആണെങ്കിലോ എന്റെ ചന്ദ്ര ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. അയ്യോ, അല്ലല്ലല്ല, ഇത് സാരി വിൽക്കാൻ വന്ന സ്ത്രീയൊന്നും അല്ല, ഇത് രേവതി തന്നെയാ. ദൈവമേ, എന്റെ ക്യാഷ് എന്താ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോകുന്നത്? അത് പിന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കിയതല്ലല്ലോ, അതുകൊണ്ടായിരിക്കും കയ്യിൽ നിന്ന് ഇങ്ങനെ ക്യാഷ് പോകുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്രക്ക് ദേഷ്യം, എന്തിനും മിണ്ടാതിരിക്കുന്നുണ്ടോ ഭാമ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക. ആ രേവതി തന്നെയാ എന്റെ പൈസ മോഷ്ടിച്ചത്, ഉറപ്പാ. ആ രേവതി എന്തിനാടി ഇങ്ങനെ മഹാഭാവം ഉണ്ടാക്കി വെക്കുന്നത്? അവള് സത്യസന്ധയായ ഒരു പെണ്ണ ഭാമയെ, അവളെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉറപ്പായിട്ടും അവള് തന്നെയാ എടുത്തത്. എടി, ഇവിടെ ക്യാഷ് ഉണ്ടെന്നുള്ള കാര്യം അവക്ക് എങ്ങനെ അറിയാം? എന്തായാലും ഈ വീട്ടിൽ ക്യാഷ് കാണത്തില്ലേ, കിട്ടുന്നത് എടുക്കാന്ന് വിചാരിച്ച ഷെൽഫ് തുറന്നു നോക്കിക്കാണും. അപ്പം 2 ലക്ഷം രൂപ ഇരിക്കുന്നത് കണ്ടു, അത് എടുത്തോണ്ട് പോയി. അവക്ക് ലോട്ടറി അടിച്ചു, ലോട്ടറി, അത് ഉറപ്പാ. ഞാനിനി ആരോട് പറയും? നീ ആ ഫോൺ വിളിച്ചിട്ട് അവളോട് ക്യാഷ് ഇവിടെ എത്തിക്കാൻ പറ. ഞാൻ പറയത്തില്ല. ഇടി, രേവതി അല്ല ക്യാഷ് എടുത്തതെന്ന് എനിക്ക് ഉറപ്പായ കാര്യാ. അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, പിന്നെ എന്തിനു ഞാൻ വിളിക്കണം? നിന്നെ എനിക്ക് കൊല്ലാതെ എന്റെ പൊന്നു ഭാമയെ തോന്നുന്നത്. ഇത് അവള് തന്നെയാ. ശരി, നീ വിളിക്കണ്ട. ക്യാഷ് അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ മേടിക്കണമെന്ന് ഈ ചന്ദ്രയ്ക്ക് അറിയാം. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോവാ, വീട്ടിലെത്തിയ ഉടനെ ഞാൻ നിനക്ക് മിസ് കോൾ ചെയ്യും. അപ്പൊ നീ എന്നെ തിരിച്ചു വിളിക്കണം, കേട്ടല്ലോ? അതെന്തിനാ? പറയുന്നൊന്ന് ചെയ്യാൻ പറ്റുമോ? ഇത്രയൊക്കെ നീ ചെയ്തു വെച്ചില്ലേ? ആ ക്യാഷ് എന്റെ കയ്യിലേക്ക് എത്തിയേ പറ്റൂ. അവൾക്ക് കരയേണ്ടി വരും, അവള് തരും, ആ പൈസ എനിക്ക് തരും, ഞാൻ കാണിച്ചു തരാം. ഞാൻ മിസ് കോള് വിടുന്ന ഉടനെ തന്നെ നീ വിളിക്കാന്ന് പറഞ്ഞു ചന്ദ്ര അവന് വെപ്രാളപ്പെട്ട് പരവേശപ്പെട്ടു പോയി. ഈ സമയത്ത് ഭാമ ഇനി എന്താണോ ഈ ചന്ദ്രയുടെ പളാന്ന് വെച്ചോണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കാണ്. അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പാവം നമ്മുടെ രേവതി കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് നേരെ സ്കൂട്ടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ചന്ദ്രത്തേക്ക് ചെല്ലുകയാണ്.
ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ടയറൊക്കെ എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നു നീ എന്താ കാണിക്കാന്നൊക്കെ ചോദിച്ചപ്പോ ഇതൊന്ന് ചെക്ക് ചെയ്യാന്നൊക്കെ പറയാം. അപ്പൊ നമ്മുടെ രേവതി വന്നു. രേവതി വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്ന് ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അവിടെ ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൊട്ടേഷൻ കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ഏകദേശം എത്ര രൂപ ചെലവാകുമെന്ന് പറഞ്ഞാല് നമുക്ക് കൊട്ടേഷൻ കൊടുക്കാം. ആ ഓർഡർ നിനക്ക് തന്നെ കിട്ടും, അത് ഉറപ്പല്ലേ അല്ലേ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതെ 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 ആ ഓർഡർ നിനക്ക് തന്നെ കിട്ടും. ദേ നമ്മുടെ രേവതി മോൾ ഉണ്ടാക്കിയ കല്യാണ മണ്ഡപം കൂടെ അവർ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ ഉറപ്പായിട്ടും രേവതി നിനക്ക് തന്നെയായിരിക്കും ആ കച്ചവടം കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര കയറി വരികയാണ് ചന്ദ്രോദയത്തേക്ക്. അപ്പം മുറ്റത്ത് വന്നപ്പോഴത്തേക്ക് സ്കൂട്ടി കിടപ്പുണ്ട്. അപ്പം ഉറപ്പിച്ചു നമ്മുടെ രേവതി അവിടെ ഉണ്ടല്ലോ. നേരെ ചന്ദ്ര പതിയെ അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ടയറിന്റെ ഒക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട് ഇന്ന് ഓട്ടം ഉണ്ടോ സച്ചിയായിട്ടാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ഇന്ന് ആ ഓട്ടം ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് ചന്ദ്ര വന്നിട്ട് ഓ പിന്നെ ദേ ഈ പെരക്കകത്ത് കൊണ്ട് വെച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ദേ നീ എന്താ പണി എടുക്കുവാണോ ഈ പെരക്കകത്ത്? അല്ല രേവതി എന്തിനാ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? നീ വല്ല വർക്ക്ഷോപ്പും തുടങ്ങുന്നുണ്ടോ? പണി പഠിക്കാൻ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടിയില്ല. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ആ പെൺകൊച്ചിനെ വെറുതെ കിടന്ന് ചീത്ത പറയുന്നത്? അവളിപ്പൊ പൂ വിറ്റിട്ട് വന്നതേ ഉള്ളൂ, അവൾ അവിടെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ചന്ദ്രൻ എനിക്കിപ്പോ ഒരു ചായ വേണം. ആ ഞാൻ ചായ ഇപ്പൊ എടുത്തോണ്ട് തരാന്ന് പറഞ്ഞോണ്ട് രേവതി അങ്ങ് പോയപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു ഇത് എന്തൊരു സ്വഭാവം എന്റെ പൊന്നു ചന്ദ്രൻ, കഷ്ടമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിനെ നോക്കി അങ്ങോട്ട് ദഹിപ്പിക്കുകയും ചെയ്തു കേട്ടോ. രേവതിയിലാണല്ലോ പറഞ്ഞു വിട്ടത്, പിന്നെ പോട്ടെന്ന് വെച്ച് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു സമയത്ത് പതുക്കെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ചന്ദ്ര നേരെ ഭാമയ്ക്ക് ഒരു മിസ് കോൾ അടിക്കുകയാണ്. എന്തിന്? ഭാമനെ കൊണ്ട് തിരിച്ചു വിളിപ്പിക്കാനാണ്. ഭയങ്കര ബുദ്ധിയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ഏതായാലും മിസ് കോൾ അടിച്ചു. മിസ് കോൾ അടിക്കുന്ന താമസം നമ്മുടെ ഭാമ തിരിച്ചു വിളിച്ചു. വിളിച്ച ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് ആ ഭാമയാണല്ലോ രവിയേട്ട വിളിക്കുന്നത്. ആ പറ ഭാമേ, എന്താ ഭാമേ? അപ്പൊ ഭാമ മറു സൈഡിൽ നിന്ന് അല്ല ഞാൻ വിളിക്കാൻ വേണ്ടിയല്ലേ നീ മിസ് കോൾ ചെയ്തത്, എനിക്കൊന്നും പറയാനില്ല, നീ പറ. എന്താ ഭാമ നീ പറയുന്നത്? 2 ലക്ഷം രൂപയോ? എന്റെ ദൈവമേ 2 ലക്ഷം രൂപ കാണുന്നില്ലല്ലോ ഷെൽഫിൽ വെച്ച പൈസ കാണുന്നില്ലല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതിയും സുതിയും ഒക്കെ അവിടെ വന്നേ. അവരിങ്ങനെ ഇത് കേട്ടതും കണ്ണു തള്ളി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ചന്ദ്ര അഭിനയിക്കുക, അയ്യോ 2 ലക്ഷം രൂപ പോയെന്ന്, എന്താ ഭാമ ഇനി ഈ പറയുന്നത്? നിനക്ക് എന്താ ഒരു വെളിവും വെള്ളിയാഴ്ചയില്ലേ, നീ അവിടെ തന്നെയാണോ വെച്ചത്, നീ നോക്ക്. അപ്പൊ നമ്മുടെ ശ്രുതി പതുക്കെ 2 ലക്ഷം രൂപ എന്താ ശ്രുതി ഈ കേൾക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വീണ്ടും അഭിനയിക്കുക, 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ചെറിയ തുകയല്ലല്ലോ, എന്തൊരു കഷ്ടമായത്, കിട്ടുന്നത് കുറേശ്ശെ കൂട്ടിവെച്ച് ക്യാഷ് അല്ലേ ഇടി നീ അത്? എന്റെ ദൈവമേ അത് ആര് കൊണ്ടുപോകാനാടി? അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയാണെങ്കിൽ മറുസൈഡിൽ നിന്ന് അത് നിന്റെ ക്യാഷ് അല്ലേ, നീ അതിന് എന്തിനാ എന്റെ ക്യാഷ് എന്നൊക്കെ പറയുന്നത്? അപ്പൊ നമ്മുടെ ചന്ദ്ര അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ചന്ദ്ര ഇവിടെ ഇരുന്നിട്ട് നീ എന്തിനാ ഇത്രയും പൈസ സൂക്ഷിച്ചത്? ഇത് നിനക്ക് ബാങ്കിൽ ഇട്ടാ പോരായിരുന്നോ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അപ്പൊ നിന്റെ പൈസ ആര് കൊണ്ടുപോയി? നീ ഷെൽഫ് പൂട്ടിയിരുന്നില്ലേ ഭാമേ? ഇത് വലിയ കഷ്ടമായി പോയല്ലോ എന്റെ പൊന്നു ഭാമ, 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ വറസൈഡിൽ നിന്ന് ചോദിക്കുക, അതെ ഞാൻ എന്തെങ്കിലും പറയണോ ചന്ദ്രൻ? അപ്പോഴത്തേക്കും ചന്ദ്ര അതൊന്നും കേൾക്കുന്നില്ല. ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നോ? നീ നന്നായി ആലോചിക്ക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് അഭിനയിക്കുക. നമ്മുടെ ഭാമയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ വട്ടാവുന്നുണ്ട്. ഭാമ ഇങ്ങോട്ടൊന്നും പറയുന്നുമില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര തന്നെ വന്നിരുന്നല്ലേ എനിക്കും തോന്നി. അല്ല നീ എന്തൊക്കെയാ എന്റെ പൊന്നു ചന്ദ്ര ഈ പറയുന്നത്? അപ്പോഴത്തേക്കും ആണെങ്കിലും മറുസൈഡിൽ നിന്ന് നമ്മുടെ ചന്ദ്ര രേവതി പൂതറ വന്നിരുന്നല്ലോ. ഓ രേവതി അപ്പൊ വന്നിരുന്നല്ലേ എന്ന്. ഈ ഒരു സമയത്ത് സുധി അവിടെ നിന്ന് തല കുളിക്കാണ്. അപ്പൊ ഭാമ ആന്റിയുടെ പൈസ നമ്മുടെ രേവതി ആയിരിക്കും എടുത്തതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ആഹാ അങ്ങനെയൊക്കെ ഉണ്ടായതല്ലേ, അപ്പം വേറെ ആരും അല്ല അവള് തന്നെയാണെന്നല്ല നീ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയ്ക്ക് ദേഷ്യം വന്നിട്ട് ഭാമ പറഞ്ഞു, നീ എന്താ എന്റെ പൊന്നു ചന്ദ്ര ഈ പറയുന്നത്? ആ പെങ്കൊച്ചിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നിന്റെ പ്ലാൻ ആണോ? എന്റെ പൊന്നു ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കാൻ. എവിടെ നിന്ന് മിണ്ടാതിരിക്കാൻ? മറുസൈഡിൽ നിന്ന് നമ്മുടെ രേവതി അവിടെ വന്ന കഥയും അതുപോലെ തന്നെ അവള് ടെറസിന്റെ മണ്ടയിൽ നിന്ന് തുണിയെടുത്ത് ഷെൽഫിനകത്ത് വെച്ചല്ലേ. അല്ല അപ്പൊ നിനക്ക് രേവതിയിൽ സംശയം ഉണ്ടെന്നാണോ ഈ പറയുന്നത് ഭാമേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കണ്ണ് തള്ളി അവിടെ നിപ്പുണ്ട്, സച്ചിയും കണ്ണ് തള്ളി അവിടെ നിൽക്കുക. സുധി ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കൈ രണ്ടും കൂടെ കൂട്ടിയിട്ട് അടിക്കുകയാണ്. നമ്മുടെ സച്ചിക്ക് ഇത് കേട്ടതും പെരുത്ത് കയറി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തൊരു കുതന്ത്രമാണെന്ന് നോക്കിക്കോളെ നമ്മുടെ ചന്ദ്ര ചെയ്യുന്നത്. പാവം ഭാമ മറുസൈഡിൽ നിന്ന് ഇതൊക്കെ എന്താന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിന്ന് അങ്ങ് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ
ഭാമയുടെ പൈസയാണ്, രേവതി അവിടെ ചെന്നു, രേവതി എടുത്തു എന്നൊക്കെ വിശ്വസിക്കൂല്ലോ ഇവിടെ നിൽക്കുന്നവര്. അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ ആ പൈസ എനിക്ക് തിരിച്ചു മേടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ബുദ്ധിയാണ്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടൊരവസ്ഥ വരും. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അടുത്ത വിശേഷമായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.